ഓം ശാന്തി. 30-11-20 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ശരീരവും മനസ്സും ധനവും കൊണ്ട് അഥവാ മനസ്സ വാച കർമ്മണ സേവനം ചെയ്യൂ. അതിലൂടെ 21 ജന്മത്തേക്ക് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കട്ടെ. എന്നാൽ സർവീസിൽ ഒരിക്കലും പരസ്പരം ഒത്തുചേർന്ന് പോകുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. ചോദ്യം: ഡ്രാമ അനുസരിച്ച് ബാബ ഏതൊരു സേവനമാണോ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തീവ്രത കൊണ്ടുവരാനുള്ള വിധി എന്താണ്? ഉത്തരം: പരസ്പരം ഏകമതം ഉണ്ടാകണം. ഒരിക്കലും ഏതെങ്കിലും ഉരസലുകൾ ഉണ്ടാകരുത്. അഥവാ ഉരസലുകൾ ഉണ്ടാകുന്നു എങ്കിൽ എന്ത് സേവനമാണ് ചെയ്യുക? അതിനാൽ പരസ്പരം ഒത്തുചേർന്ന് സംഘടനയുണ്ടാക്കി അഭിപ്രായം എടുക്കൂ. അന്യോന്യം സഹായിയാകൂ. ബാബ സഹായി തന്നെയാണ്. എന്നാൽ ധൈര്യമുള്ള കുട്ടികളെ ബാബ സഹായിക്കുന്നു. ഇതിൻ്റെ അർത്ഥം യഥാർത്ഥമായി മനസ്സിലാക്കി വലിയ കാര്യത്തിൽ സഹായിയാകൂ. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ ആത്മീയ അച്ഛൻ്റെ അടുക്കൽ റിഫ്രഷ് ആകുവാനായി ഇവിടെ വരുന്നു. റിഫ്രഷ് ആയി തിരികെ പോകുമ്പോൾ തീർച്ചയായും പോയ ശേഷം ചിലത് ചെയ്ത് കാണിക്കണം. ഓരോരോ കുട്ടിക്കും സർവീസിൻ്റെ തെളിവ് നൽകണം. ചില കുട്ടികൾ പറയുന്നു, നമുക്ക് സെന്റർ തുറക്കുവാൻ താല്പര്യമുണ്ട് എന്ന്. ഗ്രാമങ്ങളിലും സർവീസ് ചെയ്യുന്നുവല്ലോ. അപ്പോൾ കുട്ടികൾക്ക് സദാ ഈ ചിന്ത ഉണ്ടായിരിക്കണം, നമ്മൾ മനസ്സ വാച കർമ്മണ, ശരീരവും മനസ്സും ധനവും കൊണ്ട് ഈ വിധം സർവീസ് ചെയ്യട്ടെ. അതിലൂടെ ഭാവിയിലെ 21 ജന്മത്തേക്കുള്ള പ്രതിഫലം ബാബയിൽ നിന്നും ലഭിക്കട്ടെ. ഈ ചിന്തയാണുള്ളത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആർക്കെങ്കിലും ജ്ഞാനം നൽകുന്നോ? മുഴുവൻ ദിവസവും ഈ ചിന്ത വരേണ്ടതാണ്. സെന്റർ തുറന്നാലും വീട്ടിൽ സ്ത്രീ പുരുഷന്മാർ ഒത്തുചേർന്ന് പോകാത്ത അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. അടികൂടൽ പാടില്ല. സന്യാസിമാർ വീട്ടിലെ യുദ്ധങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഡോൺ കെയർ ചെയ്ത് പോയി കളയുന്നു. പിന്നെ ഗവൺമെന്റ് അവരെ തടയുന്നുണ്ടോ? അതാണെങ്കിൽ കേവലം പുരുഷന്മാരാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ചില മാതാക്കളും ഇറങ്ങുന്നുണ്ട്. ആർക്കാണോ നാഥനോ മറ്റോ ഇല്ലാത്തത്, അല്ലെങ്കിൽ വൈരാഗ്യം വരുന്നത്, അവരെയും ആ പുരുഷ സന്യാസിമാരിരുന്ന് പഠിപ്പിക്കുന്നു. അവരിലൂടെ തൻ്റെ തൊഴിൽ ചെയ്യുന്നു. ധനം മുഴുവൻ അവരുടെ പക്കൽ തന്നെ ഇരിക്കുന്നു. വാസ്തവത്തിൽ വീടും കുടുംബവും ഉപേക്ഷിച്ചു എങ്കിൽ പിന്നെ ധനം വെക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഓരോരുത്തരുടെയും ബുദ്ധിയിൽ വരണം, നമുക്ക് ബാബയുടെ പരിചയം നൽകേണ്ടതുണ്ട്. മനുഷ്യരാണെങ്കിൽ ഒന്നും അറിയുന്നില്ല, അവിവേകികളാണ്. കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടി ബാബയുടെ ആജ്ഞയുണ്ട്. മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. കേവലം പണ്ഡിതൻ മാത്രമാകരുത്. തൻ്റെയും മംഗളം ചെയ്യണം. ഓർമ്മയിലൂടെ സദോ പ്രധാനമാകണം. വളരെയധികം പുരുഷാർത്ഥം ചെയ്യണം. ഇല്ലെങ്കിൽ വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരും. പറയുന്നു, ബാബ, നമ്മൾ അടിക്കടി മറന്നു പോകുന്നു, സങ്കല്പം വന്നു പോകുന്നു. ബാബ പറയുന്നു, അതാണെങ്കിൽ വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മയിലിരുന്ന് ബാബയുടെ ഓർമ്മയിലിരുന്ന് സദോ പ്രധാനമാക്കേണ്ടതുണ്ട്. ആത്മാവ് അപവിത്രമാണ്. അതിന് പരംപിത പരമാത്മാവിനെ തന്നെ ഓർമ്മിച്ച് പവിത്രമാകണം. ബാബ തന്നെയാണ് കുട്ടികൾക്ക് ഡയറക്ഷൻ നൽകുന്നത്. ഹേ ആജ്ഞാകാരികളായ കുട്ടികളെ, നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, എന്നെ ഓർമ്മിക്കൂ.
എങ്കിൽ നിങ്ങളുടെ പാപം മുറിയും. ആദ്യമാദ്യം ഈ കാര്യം തന്നെ കേൾപ്പിക്കണം. നിരാകാരനായ ശിവ് ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഞാൻ പതീത പാവനാണ്. എൻ്റെ ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. മറ്റൊരു ഉപായവുമില്ല. മറ്റാർക്കും പറഞ്ഞു തരുവാൻ സാധിക്കില്ല. അനേകം സന്യാസിമാരും മറ്റുമുണ്ട്. ക്ഷണം നൽകുന്നു, യോഗ കോൺഫറൻസിൽ വന്ന് ഒത്തുചേരുന്നു. പിന്നെ അവരുടെ ഹഠയോഗത്തിലൂടെ ആരുടെയും മംഗളം ഉണ്ടാകാൻ പോകുന്നില്ല. അനേകം യോഗ ആശ്രമങ്ങളുണ്ട്. അവർക്ക് ഈ രാജയോഗത്തെക്കുറിച്ച് തികച്ചും അറിയുന്നില്ല. ബാബയെ തന്നെ അറിയുന്നില്ല. പരിധിയില്ലാത്ത ബാബ തന്നെയാണ് വന്ന് സത്യമായ യോഗം പഠിപ്പിക്കുന്നത്. ബാബ കുട്ടികളായ നിങ്ങളെ തനിക്ക് സമാനമാക്കി മാറ്റുന്നു. ഏതുപോലെ ഞാൻ നിരാകാരനാണ്, ടെമ്പററിയായി ഈ ശരീരത്തിൽ വന്നിരിക്കുന്നു. ഭാഗ്യശാലി രഥം തീർച്ചയായും മനുഷ്യൻ്റേത് ആയിരിക്കുമല്ലോ, കാളയെ ആയിരിക്കില്ല പറയുക. പിന്നെ കുതിരവണ്ടിയുടെയോ മറ്റോ കാര്യമൊന്നുമില്ല. യുദ്ധത്തിൻ്റെ ഒരു കാര്യവുമില്ല. നിങ്ങൾക്കറിയാം, നമുക്ക് മായയോട് തന്നെയാണ് യുദ്ധം ചെയ്യേണ്ടത്. പാടുന്നുമുണ്ട്, മായയോട് തോറ്റാൽ തോറ്റു എന്ന്. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ പഠിച്ച് പൂർണ്ണമായും ഭൂമിയിൽ വീണു പോകുന്നു. ഏതെങ്കിലുമൊക്കെ ഉരസലുകൾ ഉണ്ടാകുന്നു. 2 സഹോദരിമാർ പോലും പരസ്പരം ചേരുന്നില്ല, ഉപ്പുവെള്ളമായി പോകുന്നു. നിങ്ങൾക്ക് പരസ്പരം ഒരു ഉരസലുകളും ഉണ്ടാകുവാൻ പാടില്ല. ഉരസലുകൾ ഉണ്ടാകുന്നുവെങ്കിൽ ബാബ പറയും, ഇവർ എന്ത് സർവീസ് ചെയ്യുവാനാണ്? വളരെ നല്ലവരായവരുടെയും അവസ്ഥ ഇതാകുന്നു. ഇപ്പോൾ മാല ഉണ്ടാക്കുകയാണെങ്കിൽ പറയും, ഡിഫക്റ്റഡ് മാലയാണ്, അതായത് പോരായ്മകൾ ഉള്ള മാലയാണ്. ഇവരിൽ പ്രത്യേകിച്ച് ഇന്ന അവഗുണമുണ്ട്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ബാബ സർവീസും ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു, ഡയറക്ഷനും നൽകിക്കൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ 4 ഭാഗത്തും സേവനത്താൽ ചുറ്റി വളയണം. ഇത് കേവലം ഒരാളല്ല ചെയ്യേണ്ടത്. പരസ്പരം ഒത്തുചേർന്ന് അഭിപ്രായമെടുക്കണം. എല്ലാവരും ഏക മതമാകണം. ബാബ ഒന്നാണ്. എന്നാൽ സഹായികളായ കുട്ടികളില്ലാതെ കാര്യം ചെയ്യുകയില്ല. നിങ്ങൾ സെന്റേഴ്സ് തുറക്കുന്നു, മതം എടുക്കുന്നു. ബാബ ചോദിക്കുന്നു, സഹായം ചെയ്യുന്നവരുണ്ടോ? പറയുന്നു, അതെ ബാബ. സഹായം നൽകുന്നവർ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കില്ല. വീട്ടിലും ബന്ധുമിത്രാദികളും മറ്റും വരുന്നുവല്ലോ, അധിക്ഷേപിച്ചേക്കാം. അവർ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. കുട്ടികളായ നിങ്ങൾ പരസ്പരം ഇരുന്ന് അഭിപ്രായം എടുക്കണം. സെന്റേഴ്സ് തുറക്കുമ്പോഴും എല്ലാവരും ഒരുമിച്ച് എഴുതുന്നു, ബാബ, നമ്മൾ ബ്രാഹ്മണിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ കാര്യം ചെയ്യുന്നത്. സിന്ധി ഭാഷയിലും പറയുന്നു, 1ന്റെ കൂടെ 2 ചേരുമ്പോൾ 12 ആകുന്നു എന്ന്. 12 ആകുമ്പോൾ കൂടുതൽ നല്ല നിർദ്ദേശം വരും. ചിലയിടങ്ങളിൽ അന്യോന്യം നിർദ്ദേശങ്ങൾ എടുക്കുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും കാര്യം നടക്കുക സാധ്യമാണോ? ബാബ പറയും, പരസ്പരം നിങ്ങളുടെ സംഘടന ഇല്ലാത്തതുവരെയും നിങ്ങൾക്ക് ഇത്രയും വലിയ കാര്യം എങ്ങനെ ചെയ്യുവാൻ സാധിക്കും? ചെറിയ കടയും വലിയ കടയും ഉണ്ടല്ലോ, പരസ്പരം ഒത്തുചേർന്ന് സംഘടനയുണ്ടാക്കുന്നു. ബാബ അങ്ങ് സഹായിക്കൂ എന്ന് ആരും പറയുന്നില്ല. ആദ്യം സഹായികളെ ഉണ്ടാക്കേണ്ടതാണ്. പിന്നെ ബാബ പറയുന്നു, ധൈര്യമുള്ള കുട്ടികളെ ബാബ സഹായിക്കും. ആദ്യം തൻ്റെ സഹായികളെ തയ്യാറാക്കൂ. ബാബ, നമ്മൾ ഇത്രയും ചെയ്യുന്നു, ബാക്കി അങ്ങ് സഹായിക്കൂ. ആദ്യം താങ്കൾ സഹായിക്കൂ, ഇങ്ങനെ പാടില്ല. ധൈര്യമുള്ള വ്യക്തികളെ എന്നാണ്.
അതിൻ്റെയും അർത്ഥം മനസ്സിലാക്കുന്നില്ല. ആദ്യം കുട്ടികൾക്കാണ് ധൈര്യം വേണ്ടത്. ആരെല്ലാം എന്ത് സഹായം നൽകുന്നു? കണക്ക് മുഴുവൻ എഴുതണം. ഇന്നയാൾ ഈ സഹായം നൽകുന്നു. നിയമമനുസരിച്ച് എഴുതി നൽകും. പിന്നെ നമ്മൾ സെന്റർ തുറക്കുകയാണ്, സഹായിക്കൂ എന്ന് ഓരോരുത്തരും പറയുക എന്നാകരുത്. അങ്ങനെയാണെങ്കിൽ ബാബയ്ക്ക് തുറക്കാൻ കഴിയില്ലേ? എന്നാൽ അങ്ങനെ ഉണ്ടാവുക സാധ്യമല്ല. പരസ്പരം കമ്മിറ്റി കൂടേണ്ടതാണ്. നിങ്ങളിലും നമ്പർ വാറാണല്ലോ. ചിലരാണെങ്കിൽ തീർത്തും ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. ചിലർ വളരെയധികം ഹർഷിതമായി കൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ജ്ഞാനത്തിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ഒരേ ഒരു ബാബ, ടീച്ചർ, ഗുരുവിനെ ലഭിക്കുന്നു. അപ്പോൾ സന്തോഷം ഉണ്ടാകേണ്ടതാണല്ലോ. ലോകത്തിൽ ഈ കാര്യങ്ങൾ ആരും അറിയുന്നില്ല. ശിവ് ബാബ തന്നെയാണ് ജ്ഞാനസാഗരൻ, പതീത പാവനൻ, സർവരുടെയും സദ്ഗതിദാതാവ്, സർവരുടെയും ഫാദറും ഒന്നാണ്. ഇത് മറ്റാരുടെയും ബുദ്ധിയിലില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ആ ഒന്ന് തന്നെയാണ് നോളജ്ഫുൾ, ലിബറേറ്റർ, ഗൈഡ്. അപ്പോൾ ബാബയുടെ മതമനുസരിച്ച് നടക്കേണ്ടി വരും. പരസ്പരം ഒത്തുചേർന്ന് അഭിപ്രായം എടുക്കണം, ചിലവഴിക്കണം. ഒരാളുടെ അഭിപ്രായം അനുസരിച്ച് നടക്കുക സാധ്യമല്ല. സഹായികളെല്ലാം വേണം. ഇതിൻ്റെയും ബുദ്ധി ആവശ്യമാണല്ലോ. കുട്ടികളായ നിങ്ങൾക്ക് ഓരോ വീട്ടിലും മെസ്സേജ് നൽകേണ്ടതുണ്ട്. ചോദിക്കുന്നു, വിവാഹത്തിനുള്ള ക്ഷണം ലഭിക്കുന്നു, പോകട്ടെ എന്ന്. ബാബ പറയുന്നു, എന്തുകൊണ്ട് പാടില്ല? പോയിക്കൊള്ളൂ. പോയി തൻ്റെ സർവീസ് ചെയ്യൂ. വളരെ പേരുടെ മംഗളം ചെയ്യൂ. പ്രഭാഷണവും നടത്തുവാൻ സാധിക്കും. മൃത്യു മുന്നിൽ നിൽക്കുന്നു. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇവിടെയെല്ലാം പാപാത്മാക്കളാണ്. ബാബയെ തന്നെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്നും നിങ്ങളെ മുഖം തിരിപ്പിക്കുന്നു. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് മഹിമയുമുണ്ട്. ആരാണ് പറഞ്ഞത്? ബാബ സ്വയം പറഞ്ഞു, എന്നോട് പ്രീത ബുദ്ധിയില്ല. വിനാശകാലെ വിപരീത ബുദ്ധിയാണ്, എന്നെ അറിയുന്നതേയില്ല. ആരുടേതാണോ പ്രീത ബുദ്ധി, ആരാണോ എന്നെ ഓർമ്മിക്കുന്നത്, അവർ തന്നെ വിജയം നേടും. പ്രീതിയുണ്ട്, പക്ഷേ ഓർമ്മിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പദവിയായിരിക്കും നേടുക. ബാബ കുട്ടികൾക്ക് ഡയറക്ഷൻസ് നൽകുന്നു. മുഖ്യമായ കാര്യമാണ് സർവർക്കും മെസ്സേജ് നൽകണം. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി പാവന ലോകത്തിൻ്റെ അധികാരിയാകൂ. ഡ്രാമ അനുസരിച്ച് ബാബയ്ക്ക് വൃദ്ധ ശരീരം തന്നെ എടുക്കേണ്ടി വരുന്നു. വാനപ്രസ്ഥ അവസ്ഥയിലാണ് പ്രവേശിക്കുന്നത്. മനുഷ്യർ വാനപ്രസ്ഥ അവസ്ഥയിൽ തന്നെയാണ് ഭഗവാനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി പ്രയത്നിക്കുന്നത്. ഭക്തിയിലാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ജപം, തപം തുടങ്ങിയവ ചെയ്യുന്ന എല്ലാം ഭഗവാനെ ലഭിക്കുന്നതിനുള്ള വഴികളാണ് എന്ന്. എപ്പോൾ ലഭിക്കും എന്നതൊന്നും അറിയില്ല. ജന്മജന്മാന്തരങ്ങളായി ഭക്തി ചെയ്തു വന്നു. ഭഗവാനെ ആർക്കും തന്നെ ലഭിക്കുന്നതേയില്ല. ബാബ വരുന്നത് തന്നെ പഴയ ലോകത്തെ പുതിയതാക്കേണ്ട സമയത്താണ് എന്നത് മനസ്സിലാക്കുന്നില്ല. രചയിതാവ് ബാബ തന്നെയാണ്. ചിത്രമുണ്ട്, പക്ഷേ ത്രിമൂർത്തിയിൽ ശിവനെ കാണിക്കുന്നില്ല. ശിവബാബ ഇല്ലാതെ ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ കാണിച്ചിരിക്കുന്നു. കഴുത്ത് മുറിഞ്ഞതുപോലെയാണ്. ബാബയില്ലാതെ അനാഥരായിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ വന്ന് നിങ്ങളെ നാഥനുള്ളവരാക്കി മാറ്റുന്നു. 21 ജന്മം നിങ്ങൾ നാഥനുള്ളവരായി മാറുന്നു. യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങളും പറയും, ബാബയെ ലഭിക്കാത്തത് വരെയും നമ്മളും തികച്ചും നാഥനില്ലാത്തവരും തുച്ഛബുദ്ധികളുമായിരുന്നു. പതീത പാവനൻ എന്ന് പറയുന്നു, പക്ഷെ ആ ഒന്ന് എപ്പോൾ വരും ഇതറിയുന്നില്ല. പാവന ലോകം പുതിയ ലോകമാണ്.
ബാബ എത്ര സിമ്പിളായി മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾക്കും മനസ്സിലാകുന്നു. നമ്മൾ ബാബയുടേതായിരിക്കുന്നു. തീർച്ചയായും സ്വർഗത്തിന്റെ അധികാരിയാകും. ശിവ് ബാബയാണ് പരിധിയില്ലാത്ത അധികാരി. ബാബ തന്നെ വന്ന് സുഖശാന്തിയുടെ സമ്പത്ത് നൽകിയിരുന്നു. സത്യയുഗത്തിൽ സുഖമുണ്ടായിരുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലായിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ശിവ് ബാബ എന്തുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക? തീർച്ചയായും പുതിയ ലോകം രചിക്കുവാൻ, പതിതരെ പാവനമാക്കുവാനും ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഉയർന്ന കാര്യം ചെയ്തിട്ടുണ്ടാകും. മനുഷ്യർ തികച്ചും ഘോര അന്ധകാരത്തിലാണ്. ബാബു പറയുന്നു, ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. കുട്ടികളായ നിങ്ങളെ ബാബ ഇരുന്ന് ഉണർത്തുന്നു. നിങ്ങൾക്കിപ്പോൾ ഈ മുഴുവൻ ഡ്രാമയെയും അറിയാം. എങ്ങനെയാണ് പുതിയ ലോകം പിന്നെ പഴയതാകുന്നത്? ബാബു പറയുന്നു, മറ്റെല്ലാം ഉപേക്ഷിച്ച് ഒരു ബാബയെ ഓർമ്മിക്കൂ. നമുക്ക് ആരോടും വെറുപ്പ് തോന്നുന്നില്ല. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരുന്നു. ഡ്രാമയനുസരിച്ച് മായയുടെ രാജ്യവും ഉണ്ടാകണം. ഇപ്പോൾ പിന്നെ ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ഇപ്പോൾ ഈ ചക്രം പൂർത്തിയാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈശ്വരീയ മതം ലഭിക്കുന്നു. അതനുസരിച്ച് നടക്കണം. ഇപ്പോൾ 5 വികാരങ്ങളുടെ മതമനുസരിച്ച് നടക്കരുത്. പകുതി കൽപ്പം നിങ്ങൾ മായയുടെ മതമനുസരിച്ച് നടന്ന് തമോ പ്രധാനമായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ സദോ പ്രധാനമാക്കുവാൻ വന്നിരിക്കുന്നു. സദോ പ്രധാനത്തിൻ്റെയും തമോ പ്രധാനത്തിൻ്റെയും കളിയാണ് ഇത്. അപകീർത്തിയുടെ ഒരു കാര്യവുമില്ല. പറയുന്നു, ഭഗവാൻ ഈ ആവാഗമനത്തിൻ്റെ നാടകം തന്നെ എന്തുകൊണ്ട് രചിച്ചു? എന്തുകൊണ്ട് എന്ന ചോദ്യമേ ഉയരുന്നില്ല. ഇതാകട്ടെ ഡ്രാമയുടെ ചക്രമാണ്. അത് വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഡ്രാമ അനാദിയാണ്. ഇപ്പോൾ കലിയുഗമാണ്. സത്യയുഗം പാസ്റ്റായി കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുന്നു. ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂ. അപ്പോൾ മംഗളമുണ്ടായിക്കൊണ്ടിരിക്കും. ബാബ പറയുന്നു, ഇത് അതിഗുഹ്യവും രമണീകവുമായ കാര്യങ്ങളാണ്. പറയുന്നു, സിംഹിണിയുടെ പാൽ സ്വർണ പാത്രത്തിലാണ് എടുക്കേണ്ടത്. സ്വർണത്തിന്റെ ബുദ്ധി എങ്ങനെ ഉണ്ടാകും? ആത്മാവിൽ തന്നെയാണല്ലോ ബുദ്ധി ഉള്ളത്. ആത്മാവ് പറയുന്നു, എൻ്റെ ബുദ്ധി ഇപ്പോൾ ബാബയുടെ നേർക്കാണ്. ഞാൻ ബാബയെ വളരെയധികം ഓർമ്മിക്കുന്നു. ഇരുന്നിരുന്ന് ബുദ്ധി മറ്റു ഭാഗത്തേക്ക് പോകുന്നുവല്ലോ. ബുദ്ധിയിൽ ജോലി കാര്യങ്ങളും മറ്റും ഓർമ്മ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ കാര്യം കേൾക്കാത്തതുപോലെ തന്നെയാണ്. പ്രയത്നമുണ്ട്. എത്രത്തോളം മൃത്യു സമീപം വന്നുകൊണ്ടിരിക്കുമോ നിങ്ങൾ ഓർമ്മയിൽ വളരെയധികം ഇരിക്കും. മരിക്കുന്ന സമയം എല്ലാവരും ഭഗവാനെ ഓർമ്മിക്കൂ എന്ന് പറയുന്നു. ഇപ്പോൾ ബാബ സ്വയം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ സർവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. തിരികെ പോകേണ്ടതുണ്ട്. അതിനാൽ ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ. രണ്ടാമതൊരു കാര്യവും കേൾക്കരുത്. ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളുടെ ഭാരം നിങ്ങളുടെ ശിരസിന്മേലുണ്ട്. ശിവ് ബാബ പറയുന്നു, ഈ സമയം എല്ലാവരും അജാമിളനാണ്. മുഖ്യമായ കാര്യമാണ് ഓർമ്മയുടെ യാത്ര. അതിലൂടെ നിങ്ങൾ പാവനമാകും. പിന്നെ പരസ്പരം സ്നേഹവും ഉണ്ടായിരിക്കേണ്ടതാണ്. അന്യോന്യം അഭിപ്രായം എടുക്കേണ്ടതാണ്. ബാബ സ്നേഹത്തിൻ്റെ സാഗരമാണല്ലോ. അപ്പോൾ നിങ്ങളും പരസ്പരം വളരെയധികം പ്രിയമുള്ളവർ ആയിരിക്കേണ്ടതാണ്. ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കണം. സഹോദരി സഹോദരൻ എന്ന ബന്ധവും നിറവേറ്റേണ്ടി വരും. സഹോദരി സഹോദരന്മാരോടും യോഗം വയ്ക്കാതിരിക്കൂ. ഒരു ബാബയുമായി മാത്രം യോഗം വയ്ക്കൂ. ബാബ ആത്മാക്കളോട് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ വികാരി ദൃഷ്ടി ഇല്ലാതാകും. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു വികർമ്മവും ചെയ്യുവാൻ പാടില്ല. മനസ്സിൽ കൊടുങ്കാറ്റ് തീർച്ചയായും വരും. ഇത് വലിയ ലക്ഷ്യമാണ്. ബാബ പറയുന്നു, നോക്കൂ,
കർമ്മേന്ദ്രിയങ്ങൾ ചതിക്കുന്നു. അപ്പോൾ ജാഗ്രത ഉള്ളവരാകൂ. അഥവാ തലകീഴായ കാര്യം ചെയ്തു എങ്കിൽ കഴിഞ്ഞു. കയറിയാൽ വൈകുണ്ഠത്തിൻ്റെ അധികാരിയുടെ രസം നുകരാം. പ്രയത്നമില്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല. വളരെയധികം പ്രയത്നമുണ്ട്. ദേഹസഹിതം ദേഹത്തിൻ്റെ എന്ന് പറയുന്നു. ചിലർക്കാണെങ്കിൽ ബന്ധനമില്ല, എന്നിട്ടും കുടുങ്ങിയിരിക്കുന്നു. ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കുന്നില്ല. 1-2 ലക്ഷമുണ്ടായിരിക്കും, വലിയ കുടുംബമായിരിക്കും. എങ്കിലും ബാബ പറയും, കൂടുതൽ തൊഴിലിലും മറ്റും കുടുങ്ങരുത്. വാനപ്രസ്ഥിയായി മാറൂ. ചിലവും മറ്റും കുറയ്ക്കൂ. ദരിദ്രർ എത്ര സാധാരണമായി നടക്കുന്നു. ഇപ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ് ഇറങ്ങുന്നത്, കാര്യം ചോദിക്കുകയേ വേണ്ട. ധനികർക്കാണെങ്കിൽ ചിലവ് തന്നെ ചിലവാണ് നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വയറിന് എന്താണ് ആവശ്യം? ഒരു 1/4 തൂക്കം ധാന്യപ്പൊടി, ഇത്രമാത്രം. മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പരസ്പരം വളരെ വളരെ പ്രിയമുള്ളവരാകണം. എന്നാൽ സഹോദരന്മാരോട് യോഗം വയ്ക്കരുത്. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു വികർമ്മവും ചെയ്യരുത്. ഒരു ഈശ്വരീയ മതമനുസരിച്ച് നടന്ന് സദോ പ്രധാനമാകണം. മായയുടെ മതം ഉപേക്ഷിക്കണം. പരസ്പരം സംഘടന ശക്തമാക്കണം. അന്യോന്യം സഹായിയാകണം. വരദാനം: അമൃതവേളയുടെ മഹത്വം അറിഞ്ഞ് തുറന്ന ഭണ്ഡാരയിൽ നിന്നും തൻ്റെ സഞ്ചി നിറയ്ക്കുന്ന ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. അമൃതവേളയിൽ വരദാതാവിൽ നിന്നും ഭാഗ്യവിധാതാവിൽ നിന്നും ഏതൊരു ഭാഗ്യത്തിൻ്റെ രേഖ വരപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും വരപ്പിച്ചുകൊള്ളൂ. കാരണം ആ സമയം നിഷ്കളങ്കനായ ഭഗവാന്റെ രൂപത്തിൽ ലവ്ഫുള്ളാണ്. അതിനാൽ അധികാരിയാകൂ, അധികാരമെടുക്കൂ. ഖജനാവിൽ പൂട്ടും താക്കോലും ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. ആ സമയം കേവലം മായയുടെ ഒഴിവുകഴിവ് ഉപേക്ഷിച്ച് ഒരു സങ്കല്പം നടത്തൂ. ആരാണോ എങ്ങനെയാണോ അങ്ങയുടേതാണ്. മനസ്സും ബുദ്ധിയും ബാബയെ ഏൽപ്പിച്ച് സിംഹാസനസ്ഥരാകൂ. അപ്പോൾ ബാബയുടെ സർവ ഖജനാവുകളും തൻ്റെ ഖജനാവായി അനുഭവപ്പെടും. സ്ലോഗൻ: സേവനത്തിൽ അഥവാ സ്വാർത്ഥത മിക്സ് ആണെങ്കിൽ സഫലതയും മിക്സായി പോകും. അതിനാൽ നിസ്വാർത്ഥ സേവാധാരിയാകൂ. ഓം ശാന്തി. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. ശാന്തത എൻ്റെ നൈസർഗിക ഗുണമാണ്. ഈ ശാന്തസ്വരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ ഒരു പ്രഭാവലയം എനിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ അഗാധ തലങ്ങളിൽ എത്തിച്ചേരവേ അലൗകികമായ ആത്മസംതൃപ്തിയുടെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു.
ആത്മാനുഭൂതിയുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശിവബാബയുടെ ദിവ്യ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നു. ജ്ഞാന സൂര്യനായ ശിവബാബയിൽ നിന്നും ദിവ്യ പ്രകാശകിരണങ്ങൾ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ ഗ്രഹിക്കുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ശക്തി എന്നിൽ നിറയുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ഈ ദിവ്യപ്രകാശം സ്വീകരിച്ച് ഞാൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ദാനം ചെയ്യുന്നു. ഈ ദിവ്യപ്രകാശം സമസ്ത വിശ്വത്തിലെ ആത്മാക്കളെയും സ്പർശിക്കുമ്പോൾ അവരും ശാന്ത സ്വരൂപ അവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നു. ശാന്തിയുടെ സാഗരമായ ശിവപരമാത്മാവുമായി മാനസികമായി സംയുക്തമായിരുന്ന് ശാന്തിയുടെ കിരണങ്ങൾ വിശ്വമാകെ പ്രസരിപ്പിക്കുമ്പോൾ വിശ്വം മുഴുവനും പരമാത്മാ ശാന്തിയുടെ പ്രഭാവത്താൽ ശാന്തിയാകുന്ന ഗുണത്താൽ സമൃദ്ധമാകുന്നു.